ഭഗവതിയും അർദ്ധനാരീശ്വര രൂപത്തിൽ നിൽക്കുന്നത്, രണ്ടും ചേർന്ന് നിൽക്കുന്ന ഇടം എന്നാൽ ഭഗവാനും ഭഗവതിയും ഒന്നാകുന്ന ഇടം എന്ന് സങ്കല്പം. ഇതാണ് ഒരു പക്ഷേ മനുഷ്യ ശരീരം. മനുഷ്യ ശരീരം എന്ന് പറയുന്നതിന് യോഗ രൂപത്തിൽ എങ്ങനെയാണ് ആക്കി വെച്ചിരിക്കുന്നത് എന്ന് നോക്കൂ. ത്രിപുര സുന്ദരി എന്നിവിടെ ആരാധനയോടുകൂടി എല്ലാവരും പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ത്രിപുരം എന്ന് പറയുന്നത് 14 ലോകങ്ങൾ ഉണ്ടെങ്കിലും ആ 14നെ 3ആയി നാം ഗണിച്ചു വെക്കുന്നുണ്ട്. ആ 3 പാതാളവും ഭൂമിയും സ്വർഗവുമായി വെച്ചാൽ അതിൽ 3ലെയും സുന്ദരി, അതിന്റെ 3ലെയും അധിപ, അതിന്റെ 3ലെയും ശക്തി എന്ന അർത്ഥത്തിൽ ത്രിപുര സുന്ദരി എന്നൊരു സങ്കല്പം. ഇവിടെ 9 പെൺകുട്ടികളെ ഞാൻ വന്നപ്പോൾ ഇവിടെ നവകന്യാ പൂജ നടക്കുകയുണ്ടായി. അത്ഭുതം എനിക്കുണ്ടായി. കാരണം നവരാത്രി നമ്മുടെ സ്വന്തം ആഘോഷമാണ്. എങ്ങനെയാണ് 9 നാളുകളിൽ സാക്ഷാൽ ശ്രീരാമചന്ദ്രദേവൻ ഏറ്റവും ഭീകരനായിട്ടുള്ള രാവണനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി 9 രാത്രികളിൽ ഹോമാകുലം അല്ലെങ്കിൽ ഹോമത്തിലൂടെ തന്നെ യജ്ഞ രീതിയിൽ തന്നെ യാഗങ്ങളെല്ലാം നടത്തുകയും ഏറ്റവും ഒടുവിൽ നേട്ടമുണ്ടായി, വിജയദശമി വിജയം 10ാം നാൾ നേടി എന്നും ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിൽ നവരാത്രി പൂജയെ നാം അങ്ങനെ ചേർത്താണ് വെക്കുക. നവം എന്ന് പറയുന്നത് 9 എന്നും പുതിയത് എന്നും അർത്ഥമുണ്ട് എങ്കിലും പെണ്ണ് എന്ന് പറയുന്ന, സ്ത്രീ എന്ന് പറയുന്ന, അമ്മ എന്ന് പറയുന്ന സങ്കല്പത്തിനെ 9 ഭാവത്തിലാക്കി മാറ്റിക്കൊണ്ടാണ് ഓരോ ദിവസവും ഈ 9നെ വീണ്ടും 3ആയി തന്നെ തിരിച്ചുകൊണ്ട് ആദ്യ ദിവസങ്ങളിൽ സരസ്വതി, 3 ദിവസങ്ങളിൽ, പിന്നത്തെ 3 ദിവസങ്ങളിൽ ലക്ഷ്മി ഐശ്വര്യത്തിന്റെ ദേവതയായും, പിന്നത്തെ 3 ദിവസങ്ങളിൽ ദുർഗ ശക്തിയുടെ ദേവതയായും നാം ശീലിക്കുന്നത്, ആഘോഷിക്കുന്നത്, ആചരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കുക. ദേവീ മഹാത്മ്യത്തിനകത്ത് 28 രൂപത്തിലാണ് ഭഗവതിയെ വ്യാഖ്യാനിക്കുന്നത്. യാ ദേവി സർവഭൂതേഷു എന്ന് പറഞ്ഞു തുടങ്ങുന്നത് അമ്മയായിട്ട്, വിദ്യയായിട്ട്, സിദ്ധിയായിട്ട്, നിദ്രയായിട്ട്, ശക്തിയായിട്ട്. യാ ദേവി സർവഭൂതേഷു ശക്തി രൂപേണ സംസ്ഥിത, മാതൃരൂപേണ സംസ്ഥിത, വിദ്യാരൂപേണ സംസ്ഥിത, നിദ്രാരൂപേണ സംസ്ഥിത. ഇങ്ങനെ പറഞ്ഞ് സിദ്ധിയും ശക്തിയും ഒക്കെ ചേരുന്നത് കുട്ടി വായിച്ചു വെക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇതിനകത്തില്ലാത്തതായ ഒന്നും ഭൂമിയിലില്ല. അപ്പോ ഭഗവതി എന്താണ്, പെണ്ണെന്താണ് എന്ന് സങ്കല്പിച്ചു കൂട്ടിയാൽ ശക്തിയാണ് എന്ന് തിരിച്ചറിയാം. ശക്തി എന്തെല്ലാം അർത്ഥത്തിലാണ്, അറിവാണ് ശക്തി എന്ന് പറഞ്ഞു പഠിപ്പിച്ച സംസ്കൃതിയാണ് നമ്മുടേത്. അതുകൊണ്ടാണ് വിളക്ക് എന്ന് പറയുന്നത് കെടുത്തേണ്ടതല്ല എന്നും തെളിപ്പിച്ചു വെക്കേണ്ടതാണ് എന്നും, അമരനായി നിനക്ക് മാറണം എന്നുണ്ടെങ്കിൽ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നീങ്ങണമെന്നും, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരണമെന്നും, അങ്ങനെയെങ്കിൽ മാത്രമേ നിനക്ക് അമരത്വം നേടാൻ സാധിക്കുകയുള്ളൂ എന്നും പ്രാർത്ഥനയിൽ ചേർത്ത് വെച്ചിരിക്കുന്നു. അപ്പൊ നോക്കൂ, വിളക്ക് എന്ന് പറയുന്നത് തെളിച്ചു വെക്കേണ്ടതുണ്ട് എന്ന് തീർച്ചയായും നാം ആചരിക്കണം. നാം എന്ത് കാര്യം ചെയ്യുന്നത് മുമ്പും കൊളുത്തിയാണ് വെക്കുക. ഇപ്പോ ഞാൻ കണ്ടുവരാറുള്ള ഒരു ആചാരം, എല്ലായിടത്തും ഒരു 30 വർഷത്തോളമായി ഒരു 18 മുതൽ 23 വയസ്സ് വരെയുള്ള കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ ജനന ദിവസങ്ങളെല്ലാം സമുചിതമായി കൊണ്ടാടപ്പെടുമ്പോൾ കുട്ടികളെ കേക്കെന്ന് പറയുന്ന 4 8 നിലകളിലുള്ള ഒന്നിലിട്ട് പുരട്ടിയെടുക്കുന്നത് കാണാറുണ്ടാവും. നാമും കുടുംബത്തിൽ അത് കാണും. അന്നം എന്നത് ബ്രഹ്മം എന്ന് സങ്കല്പിക്കുന്നതാണ് ഭാരതീയത. അവിടെ നിറയെ മെഴുകുതിരികൾ കൊളുത്തി വെച്ചിട്ട് ആ കൊളുത്തി വെച്ചിരിക്കുന്ന മെഴുകുതിരികൾ ഊതിക്കെടുത്തിയിട്ട് ആഘോഷ പരിപാടി നടത്തുന്നത് അനുചിതം എന്ന് ഞാൻ പറയില്ല. അത് മറ്റൊരു സംസ്കാരം, അതൊരു പാശ്ചാത്യ സംസ്കാരം, അത് അവരുടെ സംസ്കാരം, അതിൽ തെറ്റില്ല, അത് അവരുടേതാണ്. നമ്മുടെ സംസ്കാരം എന്നാൽ അത് ഊതിക്കെടുത്തുകയല്ല, മറിച്ച് കൊളുത്തി വെക്കുകയാണ്. അതാണ് അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ. ഇരുട്ടല്ല നമുക്ക്, ജ്യോതിസാണ്. എന്നെ ഇരുട്ടിൽ നിന്ന് ജ്യോതിസിലേക്ക് തെളിക്കണമേ, വഴി തെളിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ വന്നാലേ മൃത്യോർമാ അമൃതം ഗമയ, അമൃതത്തിലേക്ക് എനിക്ക് എത്തണമെങ്കിൽ, അമരത്വത്തിലേക്ക് ഞാൻ എന്നെ കൈപിടിച്ചു കൊണ്ടുപോകണമെങ്കിൽ ഈ മരത്വം ഇല്ലാതെയാക്കണം. ഈ മരത്വം ഇല്ലാതെയാകാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. പ്രകൃതിയും നീയും, പ്രപഞ്ചവും നീയും, ഭഗവാനും നീയും ഒന്നായി മാറണം. ഒന്നായി മാറാനുള്ള മുഴുവൻ പ്രക്രിയയാണ് ജനനം, ജീവിതം.
ഈ ജീവിതത്തിൽ ഇത്തരം മുന്നേറ്റങ്ങൾ, ഇത്തരം സത്സംഗങ്ങളിലെല്ലാം ഒത്തുചേരുമ്പോൾ ഭൗതികതയും ആധ്യാത്മികതയും രണ്ടല്ല, ഒന്നാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. അതാണ് ഞാൻ നേരത്തെ വൈക്കത്തപ്പനുമായി ബന്ധിതമായി പറഞ്ഞത്. പടിയാറും കടന്നവിടെ ചെല്ലുമ്പോ ശിവനെ കാണാകും. ശിവനെ കാണാൻ ഒറ്റ കുതിപ്പിന് നിനക്ക് സാധിക്കും എന്നില്ല. നമ്മളെല്ലാം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. ഒരു പടി കടന്ന് അടുത്ത പടി കടന്ന് ഉപാസനയിലൂടെ തന്നെ സ്വയം സമർപ്പിതമായ മനസ്സോടെ, ശാക്തീകരണത്തിലൂടെ, സത്സംഗങ്ങളിലൂടെ, പൂജാവിധികളിലൂടെ ഒക്കെ, നാമജപത്തിലൂടെ, ആചരണങ്ങളിലൂടെ, സംസ്കൃതിയെ പുൽകുന്നതിലൂടെ ചേർത്ത് ചേർത്ത് ഓർത്ത് കോർത്ത് നമുക്ക് ചെന്നെത്താൻ സാധിക്കുന്ന ഒന്നാണ് വൈകുണ്ഠം അഥവാ കൈലാസം. കൈലാസത്തിൽ നീ ചെല്ലുമ്പോ അവിടെ ചെല്ലുന്ന ആളും അവിടെ ഇരിക്കുന്ന ആളും ഒന്നായി മാറുന്നത് നമുക്ക് കാണാം. ഇത് നാം ശബരിമലയിൽ കണ്ടതാണ്. മാലയിട്ട് കഴിഞ്ഞ് കറുത്ത വസ്ത്രവും ധരിച്ചിട്ട് 41 ദിവസം വ്രതാനുഷ്ഠാനം നടത്തിയിട്ട് ഞാനും നിങ്ങളും നടന്നു ചെല്ലുമ്പോൾ നമ്മളെ എല്ലാവരും വിളിക്കുന്നതും അയ്യപ്പ എന്നാണ്. അവിടെ ഇരിക്കുന്ന ആളും അയ്യപ്പൻ തന്നെയാണ്. നമ്മെ എല്ലാവരും വിളിക്കുന്നതും മാളികപ്പുറം എന്ന് തന്നെയാണ്. അവിടെ ഇരിക്കുന്നതും മാളികപ്പുറം തന്നെയാണ്. ഇതൊരു കഥയാണ്. കേട്ടാൽ കേവലം ഒരു കഥയാണ്. പക്ഷെ ആ കഥയ്ക്കുള്ളിലാണ് അഹം ബ്രഹ്മം എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള തത്വം തിരിച്ചറിയേണ്ടത്. ഈ തത്വം തിരിച്ചറിഞ്ഞ ചിന്മയാനന്ദജിയാണ് ശബരിമലയിൽ എഴുതി വെക്കണം എന്നാവശ്യപ്പെട്ട ഉപനിഷത്ത് വചനം തത്വമസി, തൽത്വം അസി, അത് നീ തന്നെ. ആരെ കാണാനാണോ ഇത്രയും ദിവസം വ്രത അനുഷ്ഠാനത്തോടുകൂടി നീ ഓടി വന്നത്, അത് നീ തന്നെ, അത് നീ തന്നെ എന്ന് തിരിച്ചറിയുന്നത് ഇവിടെ ലളിത യോഗ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്. അവിടെ ആരെയാണോ നാം പൂജിക്കേണ്ടത് അതും ഇതും ഒന്ന് തന്നെ. ആ ചൈതന്യത്തിന്റെ ചെറു രൂപമാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. ഇതിന്റെ ഉള്ളിലുണ്ട് എന്ന് കഥയിൽ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ പൂർവ്വസൂരികൾ തിരിച്ചറിയാൻ പറ്റും. തിരിച്ചറിയുന്നത് ഇങ്ങനെയാണ്. പിറന്നാളുകളില്ലേ നമുക്ക് എല്ലാവർക്കും? ഒരു മലയാള മാസത്തിൽ ഒരു നാളുണ്ട്. ഇപ്പൊ ഈ ഡേറ്റ് ഓഫ് ബർത്ത് ആഘോഷിച്ച് പാശ്ചാത്യവൽക്കരണത്തിന്റെ ബാക്കി പത്രം എന്നോണം നമ്മുടെ പിറന്നാളുകൾ നമ്മൾ മറന്നേ പോകുന്നുണ്ട്. അങ്ങനെ ആവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അനന്തപത്മനാഭന്റെ മണ്ണിലെ മനുഷ്യർക്ക് ഇപ്പോഴും അവരുടെ സംസ്കൃതിയിലേക്കുള്ള മടക്കയാത്ര ഒരുപാട് ദൂരത്തിലല്ല എന്ന് തീർച്ചയായും എനിക്കറിയാം. അഭിമാനപൂർവ്വം തന്നെ അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, പിറന്നാൾ എന്നത് എനിക്കും നിങ്ങൾക്കും ഒരു ദൂരെ നിൽക്കുന്ന നക്ഷത്രം നീയാണ് എന്ന് പറഞ്ഞു വെക്കുന്നുവെങ്കിൽ അത് നക്ഷത്രം മാത്രത്തിൽ നിർത്തുന്നില്ല നമ്മുടെ പൂർവികർ. നക്ഷത്രമുണ്ട്, അത് നിന്റേതാണ്. അതിന്റെ ഒപ്പം തന്നെ നിന്റെ പിറന്നാളിന് ഒരു മൃഗമുണ്ട്, നിന്റെ പിറന്നാളിന് ഒരു പക്ഷിയുണ്ട്, നിന്റെ പിറന്ന നാളിന് തന്നെ ചേരുന്ന ഒരു ദേവതയുണ്ട്, ഒരു വൃക്ഷമുണ്ട്. ഇതൊരു കോംബോ പാക്കാണ്. നമ്മൾ കടയിലൊക്കെ പോയി വാങ്ങിക്കുന്ന പോലെ ഒരു കാര്യം മേടിക്കുമ്പോൾ 5 ഫ്രീ എന്ന് പറയുന്നത് പോലെ. അപ്പോ നിന്റെ പിറന്നാൾ എന്ന് പറയുമ്പോൾ നിനക്ക് പിറന്ന നാള് ദൂരെയുള്ള നക്ഷത്രം നീ തന്നെയാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയും നിന്റെ പിറന്നാൾ ദിവസം നിർബന്ധപൂർവം നിന്റെ പിറന്നാളിനോട് ചേർന്ന് നിൽക്കുന്ന വൃക്ഷത്തിൽ നീ ജലം അർച്ചിക്കേണ്ടതുണ്ട്. നിനക്ക് പുണ്യം കിട്ടണമെങ്കിൽ അതും ഇതും ഒന്നാവണം എന്നുണ്ടെങ്കിൽ കൊടുക്കണം. ഒരു ഉരുളച്ചോറ് നിന്റെ മൃഗത്തിനും നിന്റെ പക്ഷിക്കും അന്നത്തെ ദിവസം നിർബന്ധപൂർവം കൊടുക്കണം. അന്നത്തെ ദിവസം നിന്റെ ദേവതയെ നീ ഉപാസിച്ചിരിക്കണം. ആലോചിച്ച് നോക്കൂ, എത്ര ഗംഭീരമാണ് നമ്മുടെ സങ്കല്പങ്ങൾ. ഈ സങ്കല്പങ്ങൾ അതിന്റെ സങ്കല്പ ലോകത്ത് തന്നെ നിന്നുപോയതാണ്. എനിക്കും നിങ്ങൾക്കും ഇത് തിരിച്ചറിയാൻ പറ്റാതെ പോയത്. ഇത് സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോ നക്ഷത്ര വനങ്ങളുണ്ട്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, പലയിടത്തും നക്ഷത്ര വനങ്ങളുണ്ട്. കുടുംബത്തിൽ അല്പമെങ്കിലും സ്ഥലമുണ്ട് എങ്കിൽ ആ കുടുംബത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ പേരുള്ള വൃക്ഷത്തിനെ അവിടെ നട്ടുവെക്കും. കണ്ണൂർ അടുത്തുള്ള പ്രദേശത്ത് കഴിഞ്ഞ ഒരു ദിവസം അഖില ഭാരത ഭാഗവത സപ്തത്തിൽ പങ്കെടുക്കാനായിട്ട് 1 വർഷം മുമ്പ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ സംസാര മധ്യേ വിത്തുകളായിരുന്നു എന്റെ വിഷയം. ഭാരതത്തിന്റെ വിത്തുകളെ പറ്റി സംസാരിച്ച് പോകുന്നതിനിടയിൽ എന്നോടായി ഒരു അമ്മ വന്ന് പറഞ്ഞു, നോക്കൂ, ഞങ്ങളുടെ നാട്ടിൽ ഒരു ശീലമുണ്ട്. അപ്പൊ എന്റെ നാട്ടിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ അത്ഭുതത്തോടെ അത് കേട്ടു നിന്നു. ആ ശീലം ഇത്രയേ ഉള്ളൂ, മാവുണ്ടെങ്കിൽ ആ മാവിന്റെ വടക്കേ ജില്ലയിലെ മാമ്പഴം ഞങ്ങൾ പറിക്കില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ പറിക്കാത്തത്? അത് ഭൂതത്തിനുള്ളതാണ്. അപ്പൊ ഞാൻ എന്റെ മുത്തശ്ശിയെ ഒരു നിമിഷം ആലോചിച്ചു. ഞങ്ങളുടെ വീട്ടിന്റെ മുമ്പശത്ത് നിൽക്കുന്ന മാവ് കണ്ടിട്ട് എന്റെ മുത്തശ്ശി എന്നോടായി പറഞ്ഞു, ആ തെക്കേ ചില്ല ഉണ്ടല്ലോ, ആ തെക്കേ ചില്ല എനിക്കുള്ളതാണ് കേട്ടോ, അത് നിങ്ങൾ ആരും ചീത്തയാക്കി കളയരുതെന്ന്. ചെറുപ്രായത്തിൽ എനിക്ക് മനസ്സിലായില്ല എന്റെ മുത്തശ്ശി എന്തിനാണോ ഈ തെക്കേ ചില്ലയെ പറ്റി പറയുന്നത് എന്ന്.
കണ്ണൂരിൽ ഭൂതങ്ങൾക്കുള്ളതാണ്, അതാരും കഴിക്കരുത് എന്ന് പറയുമ്പോൾ ശിവന്റെ ഭൂതഗണങ്ങൾ എന്ന അർത്ഥത്തിലും, പ്രപഞ്ചത്തിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചില ശക്തികൾ ഉണ്ടെങ്കിൽ അവറ്റകളെ ഭൂതം എന്ന് സങ്കല്പിച്ചുകൊണ്ടും ആവാം അവർ വിചാരിച്ചതെങ്കിൽ, എന്റെ മുത്തശ്ശി എന്നോട് പറഞ്ഞത്, മരിച്ചു കഴിഞ്ഞാൽ അവിടെ ശവസംസ്കാര ചടങ്ങ് നടത്തുമ്പോൾ ആ ചടങ്ങിലേക്ക് വേണ്ട മാവിന്റെ വിറക് എന്ന് പറയുന്നത് ഞാൻ നട്ടു നനച്ചു വളർത്തിയ മാവിനെ കണ്ടുകൊണ്ട് ഞാൻ വളരുകയാണ്, ഒരു കാലം ആ മാവും ഞാനും ഒന്നാകും. ദ്വൈതം എന്ന് പറയുന്നത് അദ്വൈതമായിട്ട് സങ്കല്പിക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ ഇത്തരം ചെറിയ 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 കഥകൾ എന്നെയും നിങ്ങളെയും അത് പഠിപ്പിക്കും. പഞ്ചഭൂതങ്ങൾ അറിയാൻ ചിലപ്പോൾ നമുക്ക് വിഷമായിരിക്കും. കത്തിക്കരിഞ്ഞിട്ട് മണ്ണായി പോകുമ്പോൾ ഏത് 5 ഭൂതങ്ങളിൽ നിന്നാണോ ഞാൻ സമാഹരിച്ച് ഈ ഊർജമായി ഈ രൂപമായി ഇരിക്കുന്നത്, ഇത് ചീഞ്ഞു മാറി ഇല്ലാതെയായി ആ പഞ്ചഭൂതത്തിലേക്ക് തന്നെ വിലയം പ്രാപിക്കുമെന്നും ഈ സമസ്ത പ്രപഞ്ചവും പഞ്ചഭൂത നിർമ്മിതമാണെന്നും അതിന്റെ വെറും പ്രതിനിധിയാണ് ഞാന് എന്നും മനസ്സിലാക്കാൻ ചിലപ്പോൾ നമുക്ക് പ്രയാസമായിരിക്കും. യഥാർത്ഥ ജീവിതം ഒന്ന് ചിന്തിച്ചാൽ അറിയാം. അഗ്നി എങ്ങനെ ഉണ്ടാവുന്നുവെന്നും വായു എന്താണ് എന്നുള്ളതും ഈ പൃഥ്വി എന്താണ് എന്നുള്ളതും, വിഷലിപ്തമാകുന്നു ഭൂമി എങ്കിൽ നമ്മുടെ മനസ്സുകളും നമ്മുടെ ശരീരവും വിഷലിപ്തമാകും എന്ന് ഇന്ന് പത്രത്താളുകളിലെ വാർത്ത കണ്ടാൽ അറിയാം. എനിക്ക് പേടിയാണ് എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ, ഞാൻ മാത്രമല്ല എൻ്റെ അധ്യാപകർ, എല്ലാ അധ്യാപകരും ഇക്കാലത്ത് കുട്ടികളെ വല്ലാതെ ഭയന്നാണ് നിൽക്കുന്നത്. രക്ഷകർത്താക്കള് മക്കളെ ഭയന്നാണ് നിൽക്കുന്നത്. എന്തുകൊണ്ട്? കാലം എത്ര നീചമായി. അയ്യോ കരികാലമാണ്, ഭീകരമാണ്, ഭീകരമാണ് എന്ന് നമ്മളെല്ലാം ഭയന്നുകൊണ്ട്, പേടിച്ചുകൊണ്ട്, വിറച്ചുകൊണ്ട് ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളതിന്റെ അത്ഭുതം കൊണ്ട് നമ്മൾ വിഷമിക്കുമ്പോ ഒന്ന് തിരിഞ്ഞു നോക്കണം. അന്നമയ കോശത്തിൽ നിന്ന് ആനന്ദമയ കോശത്തിലേക്ക് 5 പടികൾ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പൂർവസൂരികൾ. ആധ്യാത്മികത ഭൗതികതയോട് ചേർന്ന് നിൽക്കാതെ പോയത് കൊണ്ടാണ് അന്നം ബ്രഹ്മം എന്നുള്ളത് മറന്നുപോയത്. നിന്റെ ശരീരം അന്നത്താൽ നിർമ്മിതമാണ്. അന്നത്താൽ നിർമ്മിതമായ നിന്റെ ശരീരമാണ് ഒടുവിൽ നിന്റെ മനസ്സായി മാറുന്നതെന്നും ആ മനസ്സിൽ നിന്ന് നീ ശക്തി ഉണ്ടാക്കണമെങ്കിൽ പ്രാണനും അതുപോലെ തന്നെ രൂപപ്പെടുത്തണമെന്നും അത് വളർന്നു വളർന്നു വളർന്നൊടുവിലാണ് ആനന്ദമുണ്ടാകുന്നതും എന്നും, ആനന്ദം നിന്റെ ഉള്ളിൽ മാത്രമല്ല സമസ്ത പ്രപഞ്ചത്തിനും സമൂഹത്തിനും കൊടുക്കേണ്ട ബാധ്യത നിനക്കുണ്ട് എന്നും പൂർവസൂരികൾ കോശങ്ങൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആനന്ദം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഹഹ എന്ന് ചിരിക്കുന്ന ചിരിയല്ല, മറിച്ച് ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷമാണ്. ആ സന്തോഷം സൃഷ്ടിക്കുന്ന ഒരു താളമുണ്ട്. ഈ താളത്തിന് കുഴപ്പം വരുമ്പോഴാണ് സെറ്റിന്മേൽ ഉറങ്ങിക്കിടക്കുന്ന അച്ഛന്റെ തലയിലേക്ക് നഞ്ചക്ക് വെച്ച് ഇടിക്കാൻ കുട്ടിക്ക് തോന്നുന്നത്. അപ്പോഴാണ് അയ്യോ എന്താണ് എന്ന് ചോദിച്ച് അമ്മ വരുമ്പം അമ്മയുടെ തലയിൽ പിടിക്കുന്നത്. ഓടി നടന്ന് 17 കിലോമീറ്റർ ചുറ്റളവിൽ 9 പേരെയോ 12 പേരെയോ ഇടിച്ചിടിച്ച് കൊല്ലാൻ ഒരാൾക്ക് സാധിക്കുന്നത്. അസുരന്മാർ എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടേ ഉള്ളൂ, പുരാണങ്ങളിൽ കേട്ടിട്ടേ ഉള്ളൂ. വേദങ്ങളിലും ഉപനിഷത്തുകളിലും പറഞ്ഞിട്ടുള്ള കർക്കശമായിട്ടുള്ള ജീവിതത്തിന്റെ അറിവുകൾ പുരാണങ്ങളിൽ ദേവന്മാരായിട്ടും അസുരന്മാരായിട്ടുമാണ് പറഞ്ഞു വെക്കുക. നേരത്തെ ഞാൻ കുംഭമേളയെ പറ്റി പറഞ്ഞപ്പോൾ ചേർത്ത് വായിക്കേണ്ടത് അതാണ്. എങ്ങനെയാണ് അമൃതമുണ്ടായത് എന്ന് അറിയുമ്പോൾ കടയലുണ്ടായി എന്ന് അറിയണം. പാലാഴി എവിടെ എന്നത് അന്വേഷിക്കണം. പാലാഴി വെറും കഥയാണ്, വെറും കഥയാണ്. ആ കഥയ്ക്കുള്ളിലെ കഥ തിരിച്ചറിയുമ്പോഴാണ് ഞാനും നിങ്ങളും ബ്രഹ്മത്വം പോകുന്നത്, ഭഗവാനായി മാറുന്നത്. അപ്പോ പാലാഴി എന്നത് നിന്റെ മനസ്സു തന്നെയാണെന്നും അവിടെ കടയൽ നടക്കുമ്പോൾ, കടയൽ മന്ധരപർവ്വതവും വാസുകിയും അതിനെ കടക്കോലെന്നും കയറെന്നും സങ്കല്പിക്കുന്നത് കേവലം കഥ. അകത്തുള്ള നീ നടത്തുന്ന ഓരോ ദൈനംദിന നിന്റെ പ്രക്രിയകളെല്ലാം കടയലാണ്. അവിടെ ഒരു വശത്ത് അസുരന്മാരും ഒരു വശത്ത് സുരന്മാരും, ദേവന്മാരും അസുരന്മാരും ഉണ്ടാകണം. പാലാഴി മഥനത്തിൽ ദേവന്മാർക്ക് മാത്രം കളഞ്ഞ അമൃതെടുത്തുകൂടാ. അപ്പൊ ആ കഥയ്ക്കുള്ളിലെ കഥ ഉദ്ദേശിക്കുന്നത് എന്താ? എന്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലും തുല്യ അനുപാതത്തിൽ തന്നെ നീചവാസനകളും സദ്വാസനകളും ഉണ്ട്. നന്മയും തിന്മയും ഉണ്ട്, ഇല്ലേ? നമുക്ക് എല്ലാവരുടെയും ഉള്ളിൽ നന്മയും തിന്മയും ഉണ്ട്. ഈ നന്മയും തിന്മയും തമ്മിൽ ഒരു കടയൽ നടക്കുന്നുണ്ട്. ഇത് ചെയ്യണോ, ഇത് ചെയ്യണ്ടേ, ഇത് ചെയ്യണോ, ഇത് ചെയ്യണ്ടേ? ഈ തോന്നലുകളിൽ കടഞ്ഞ് പലപ്പോഴും പുറത്തേക്ക് വരുന്നത് ജേഷ്ഠ ഭഗവതിയൊക്കെ ആയിരിക്കും. ചേട്ട എന്ന് നമ്മൾ വിളിക്കുന്ന ജ്യേഷ്ഠ ഭഗവതി ശ്രീദേവിക്ക് മുമ്പിൽ വന്നതാണ്. അവളെ അശ്രീകരം എന്നാണ് പറയുക. അസുരന്മാര് ബാബാ ബാബാ എന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ടുപോയി. ഈ കടയൽ, പാലാഴിയുടെ കടയൽ നടന്നപ്പോൾ അവിടെ നിന്ന് പൊങ്ങി വന്നത് ഒരുപാട് നല്ലതും ഉണ്ടായിരുന്നു, ഒരുപാട് ചീത്തയുണ്ടായിരുന്നു.
നല്ലതിനെയെല്ലാം സുരന്മാർ അഥവാ ദേവന്മാർ കൈക്കൊണ്ടപ്പോ ചീത്തയെല്ലാം അസുരന്മാരും കൊണ്ടുപോയി. അതെന്തുകൊണ്ടാണ്? നമുക്ക് ചേരുന്നതാണ് നമ്മളുടെ കൂടെ നിൽക്കുക, നമുക്ക് ആഗ്രഹം വരിക. ഏറ്റവും ഒടുവിൽ പൊങ്ങി വന്നു കാളകൂടം. കഥ നമുക്കറിയാം. ശിവരാത്രി ഗംഭീരമായി ഞാനും നിങ്ങളും ഒക്കെ ആഘോഷിക്കാറുണ്ട്. ശിവരാത്രിയുടെ സങ്കല്പവും അങ്ങനെ തന്നെയാണ്. എങ്ങനെയാണോ ഒരു ഭാര്യ ഭർത്താവിന്റെ ജീവന് വേണ്ടി കണ്ണിമ ചിമ്മാതെ കാവൽ നിന്നത് എന്ന സങ്കല്പം കഥയുമായി ചേർത്ത്, ത്രിപുരസുന്ദരിയുമായി ചേർത്ത് തന്നെ നമുക്ക് വായിക്കേണ്ടതുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഭഗവാൻ അതിനെ പാനം ചെയ്ത്, ഭഗവാൻ അവിടെ അവതരിക്കുകയും അത് പാനം ചെയ്ത് നീലകണ്ഠനായി മാറുന്നതും കഥയെങ്കിൽ, ഞാനും നിങ്ങളും അടങ്ങുന്ന സാധാരണ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ദൈനംദിനമായി ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഇടയ്ക്ക് പൊങ്ങി വരുന്ന കാളകൂട വിഷം പാനം ചെയ്ത് നമുക്ക് നന്മ വരുത്താൻ ഭഗവാൻ അവതരിക്കുമെന്ന സങ്കല്പം. ഇവിടെയാണ് ഭൗതികതയും ആധ്യാത്മികതയും ഒന്നാണ് എന്ന് വരുന്നത്. നടക്കുന്ന പാതയിൽ മുഴുവൻ ഭഗവത് സമർപ്പണമായിട്ട് ചെയ്യുമ്പോൾ അവിടെ ഭഗവാൻ സ്വന്തമാകുന്നു. ഐതിഹ്യമാലയിൽ രസകരമായ ഒരു കഥയുണ്ട്, വായിക്കേണ്ട ഒരു കഥയാണ്. ആ കഥ ഇതാണ്. ഒരു ഭൃത്യൻ എന്നും കേമമായ ഉപാസന നടത്തുന്ന ഒരു കുടുംബത്തിലെ ഒരു ഭൃത്യൻ. അപ്പൊ അകത്ത് യജമാനൻ എന്നും ഇങ്ങനെ ഉറക്കെ ബ്രഹ്മത്തിനെ വിളിച്ചു കാറി കൂവുന്നത് കേൾക്കാം. ഈ ഭൃത്യൻ അത്ര അക്ഷരാഭ്യാസമൊന്നുമില്ല, അറിവുമില്ല, കാര്യങ്ങളൊന്നും തിരിച്ചറിയാനുള്ള കഴിവുമില്ല. തന്റെ യജമാനനോട് വല്ലാത്ത സ്നേഹം മാത്രമുണ്ട്. യജമാനൻ ഉറക്കെ ബ്രഹ്മത്തിനെ കിട്ടാൻ വേണ്ടി ശ്രമം നടത്തി കരയുമ്പോ ഭൃത്യൻ ഒരു ദിവസം യജമാനോട് ചോദിച്ചു, ഭഗവാനെ അല്ലെങ്കിൽ യജമാന, അവിടെ നിന്നും ഇങ്ങനെ ഉറക്കെ കരയുന്നത് എന്തിനെ നോക്കിയാണ്? ഞാൻ പരബ്രഹ്മത്തിനെ ആഗ്രഹിക്കുകയാണ് എന്ന് മറുപടി പറഞ്ഞു. ഈ പരബ്രഹ്മം എങ്ങനെ ഇരിക്കും എന്ന് ഭൃത്യൻ ചോദിക്കുന്നു. യജമാനൻ പരിഹാസ രൂപേണ പറഞ്ഞു, ഇവന് പരമെന്ത് ബ്രഹ്മമെന്ത് വല്ലം തിരിച്ചറിയാവോ എന്നുള്ള മട്ടിൽ തന്നെ യജമാനൻ മറുപടി പറഞ്ഞു, അതെ, നമ്മുടെ മാടമ്പോത്തിനെ പോലെ ഇരിക്കും എന്ന്. ഐതിഹ്യമാലയിലെ കഥയാണ്, ഞാൻ ഉണ്ടാക്കിയ കഥയല്ല. നമ്മുടെ പരബ്രഹ്മം എന്ന് പറയുന്നത് മാടമ്പോത്തിനെ പോലെ ഇരിക്കുമെന്ന് ഈ ഭൃത്യന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു. കാരണം പോത്തവൻ അറിയാം. അപ്പൊ തനിക്കറിയാവുന്ന പോത്തിന്റെ തന്നെ വലിയ രൂപത്തിലുള്ള മാടൻ പോത്തായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇവൻ എല്ലാ സ്ഥലത്തും തന്റെ യജമാനുള്ള സ്നേഹം, അകൈതവമായിട്ടുള്ള കടപ്പാട് കൊണ്ട് ഉറക്കെ വിളിച്ച് മാടമ്പോത്തേ വാ എന്ന് വിളിച്ച് നടന്നു. അപ്പോ യഥാർത്ഥത്തിൽ ബ്രഹ്മത്തിന് ഇവന് നിസ്സീമമായിട്ടുള്ള ഇവന്റെ ഭക്തി, യജമാനോടുള്ള ഭക്തി കണ്ടിട്ട് സാക്ഷാൽ പരംബ്രഹ്മം മാടമ്പോത്തിന്റെ രൂപത്തിൽ ഇവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. നീ ഇവിടെ നിൽക്കുവാണോ എന്ന് പറഞ്ഞിട്ട് തന്റെ കയ്യിലിരുന്ന കയറും കൊണ്ട് തന്നെ കെട്ടി, കയറും കൊണ്ടാ നടക്കുന്നത്, കാരണം കിട്ടിയ കയറിട്ട് വേണമല്ലോ കൊണ്ടുവരാൻ. കയറും കൂടെ കൊണ്ടുവന്ന് മുറ്റത്തെ മരത്തിന്മേൽ കെട്ടിയിട്ടു. എന്നിട്ട് യജമാനോ എന്ന് ഉറക്കെ വിളിച്ചു. അപ്പൊ യജമാനകത്തുനിന്ന് എന്താണ് എന്ന് പറഞ്ഞ് വരുമ്പോഴേക്കും, ദേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇനി അങ്ങ് കരയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആരെ കൊണ്ടുവന്നു എന്ന് നോക്കുമ്പം ഒന്നും കാണാനില്ല, കയറ് കെട്ടിയിരിക്കുന്നത് മാത്രം കാണാം, അതിന്റെ അറ്റത്തൊന്നും കാണാനില്ല. ദേ ഞാൻ പരബ്രഹ്മത്തെ കൊണ്ടുവന്നിട്ടുണ്ട്, അത് ദേ മാടമ്പോത്ത് എന്ന് പറഞ്ഞു. യജമാന്റെ ദേഷ്യം വന്നു, ഇവൻ കളി പറയുകയാണ് എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഈ ഭൃത്യന്റെ മനസ്സിന്റെ ആ നിസ്സീമമായിട്ടുള്ള ഭക്തി കണ്ടിട്ട് സാക്ഷാൽ പരംബ്രഹ്മം രൂപം മാടമ്പോത്തിന്റെ രൂപമാക്കി കാട്ടിക്കൊടുത്തു യജമാനന്. യജമാനന്റെ അകക്കണ്ണ് തുറന്നു എന്ന് കഥ. അതായത് നിസ്സീമമായിട്ടുള്ള ഭക്തി ഉണ്ട് എങ്കിൽ നിനക്ക് വിവരമുണ്ടാകണമെന്നില്ല, അറിവുണ്ടാകണമെന്നില്ല, ധനമുണ്ടാകണമെന്നില്ല, പ്രാപ്തി ഉണ്ടാകണമെന്നില്ല, അധികാരമുണ്ടാകണമെന്നില്ല, നിന്റെ കയ്യിൽ ഭഗവാൻ വരും. അപ്പൊ നിസ്സീമമായിട്ടുള്ള ഭക്തി ആധ്യാത്മികതയായിട്ട് സങ്കല്പിക്കുക. ഉറക്കെ നാമം ചെല്ലണമെന്നും ലളിതാ സഹസ്രനാമം നിർബന്ധപൂർവ്വം എല്ലാ ദിവസം ചെല്ലണമെന്നും പറയുന്നത് ആ അർത്ഥത്തിലാണ്. 1000 വട്ടം തന്നെ ഭഗവതിയെ സ്തുതിക്കുന്നതിന് തുല്യമാണ് ലളിതാ സഹസ്രനാമം കോർത്ത് വെച്ചിരിക്കുന്നത്. ഭഗവതി എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞു വെച്ചിരിക്കുകയും ഉപാസനയോടുകൂടി തന്നെ അത് ചൊല്ലുമ്പം 1 ദിവസം 2 ദിവസം വായിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും. 4 or 5 ദിവസം ചൊല്ലിക്കഴിയുമ്പോൾ പിന്നെ വായന എളുപ്പമാവും. 8 or 10 തവണ ചൊല്ലിക്കഴിയുമ്പോൾ കുറേശ്ശെ ഹൃദയസ്ഥമാവും. 1 മാസമോ 2 മാസമോ തുടർച്ചയായി ചൊല്ലിക്കഴിയുമ്പോൾ പിന്നെ കണ്ണടച്ചിട്ട് തന്നെ ചൊല്ലാൻ പറ്റും. എല്ലാം അങ്ങനെ തന്നെയാണ് നാമജപങ്ങൾ. ഇത് കൃത്യമായി ചൊല്ലുമ്പോൾ ഇപ്പോഴും ഭാരതീയർക്ക്, സനാതനധർമ്മ വിശ്വാസികൾക്ക്, ഹൈന്ദവ വിശ്വാസികൾക്ക് ഒരു പേടിയുണ്ട്, ഇതെപ്പ ചൊല്ലണം, എങ്ങനെ ചൊല്ലണം എന്ന്. തിങ്കളാഴ്ച ദിവസം ചൊല്ലിയാൽ കേമമാണ്. വെള്ളിയാഴ്ച ദിവസം ഭഗവതിയുടെ കാര്യമായതുകൊണ്ട് തന്നെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ, പൗർണമി അമാവാസി നാളുകളിൽ ചൊല്ലിയാൽ കേമമാണ്. അതെല്ലാം കേമാണ്. ഇനി വിളക്ക് കൊളുത്തി ചെല്ലിയാൽ ഒന്നുകൂടെ കേമാണ്. സന്ധ്യാനേരത്ത് 2 സന്ധ്യകളുണ്ട്, പ്രാതകാലമുണ്ട്, സന്ധ്യാനേരമുണ്ട്. ഈ 2 സന്ധ്യകളിലും ചൊല്ലിയാൽ കേമമാണ്. ഇതൊക്കെയാണെങ്കിലും അങ്ങനെ നമുക്ക് പറ്റുന്നില്ല എന്ന് വെക്കൂ.
നടക്കുമ്പോ, ഇരിക്കുമ്പോ, കിടക്കുമ്പോ, കുളിക്കുമ്പോ, നിൽക്കുമ്പോ ചൊല്ലണം എന്ന് ഞാൻ പറയുന്നു. ഇത് കർക്കശ സ്വഭാവത്തോടെ ചൊല്ലണം. കാരണം ഇത് എന്തു ടീച്ചർ പറഞ്ഞു എന്നതുകൊണ്ട് നിങ്ങൾ സ്വായത്തമാക്കണ്ട. ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. സൂപ്പർ യോഗ എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കണം. സൂപ്പർ യോഗ ഞാൻ പറഞ്ഞു എന്നതുകൊണ്ട് വിശ്വസിക്കേണ്ട. സൂപ്പർ യോഗ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് നമ്മൾ നോക്കിയാൽ ഗൂഗിളിൽ നമുക്ക് കാണാൻ പറ്റും. വിദേശികളായിട്ടുള്ള കുട്ടികൾ ഇടത്തെ കൈ കൊണ്ട് വലതേ ചെവിയിലും വലത്തെ കൈ കൊണ്ട് ഇടത്തെ ചെവിയിലും പിടിച്ചുകൊണ്ട് ഇരുന്നെണീക്കുന്നു. നമ്മുടെ ഏത്തവിടൽ വിനായകന്റെ മുമ്പിൽ, വിഘ്നേശ്വരന്റെ മുമ്പിൽ സമസ്താപരാധം പോർക്കണമേ, എല്ലാ വിഘ്നങ്ങളും മാറ്റിത്തരണമേ എന്ന് വെച്ചിട്ട് നമ്മൾ അടിമൂടി നമ്മെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന വിദ്യ വിദേശ രാജ്യത്ത് അല്ലെങ്കിൽ പാശ്ചാത്യർ സൂപ്പർ യോഗ എന്ന പേരെടുത്ത് വെച്ച് പഠിച്ച് മനസ്സിലാക്കി ബുദ്ധിയില്ലാത്ത കുട്ടികൾ ഉറക്കെ ഒരുപാട് നേരം ഇത് ചൊല്ലിയാൽ അവരുടെ ക്ലാസ് തുടങ്ങുന്നതിന് 20 മിനിറ്റ് മുമ്പ് 20 മിനിറ്റും കുട്ടികളെ കൊണ്ട് എക്സസൈസ് രൂപത്തിൽ സൂപ്പർ യോഗ ചെയ്യിക്കുന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഞാൻ പറഞ്ഞതുകൊണ്ട് വിശ്വസിക്കണ്ട. ഒന്ന് ടൈപ്പ് ചെയ്ത് ഗൂഗിളിൽ നോക്കൂ. അതായത് ഇങ്ങനെ ക്രിസ് ക്രോസ് ആയിട്ട് നമ്മുടെ ശരീരത്തിന് വ്യത്യാസം വരത്തക്ക രീതിയിൽ ഒരു പ്രവർത്തനം നടത്തിയാൽ അത് നമ്മുടെ ബുദ്ധിയെ കേമമാക്കും എന്ന് വിദേശ രാജ്യത്തെ ആളുകൾ റിസർച്ച് നടത്തി ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഈറ്റില്ലമായിരിക്കുന്ന നമുക്ക് ഇത് ചെയ്യാൻ മടി. കാരണം നമ്മുടെ കുട്ടികളോട് പറഞ്ഞാൽ അയ്യോ ഞാനിങ്ങനെ കാലിങ്ങനെ പുറത്തൊക്കെ വെക്കുവാണെങ്കിൽ ഞാൻ മറിഞ്ഞു വീണാലോ, അതുകൊണ്ട് ഞാൻ ചെയ്യാൻ തയ്യാറല്ല. നമ്മൾ ചെയ്യുന്നില്ല, നമ്മുടെ കുട്ടികളെ ചെയ്യിക്കുന്നുമില്ല. നോക്കൂ, ഇതെല്ലാം ഉത്ഭവിച്ചത് ഈ നാട്ടിൽ. ഈ നാടിന് അത് വളമായി മാറേണ്ടതുണ്ട്. പക്ഷെ ഈ നാടിൽ നമ്മൾ പേടിച്ചിട്ട് നമുക്ക് ലജ്ജയുണ്ടായിട്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിവില്ലാതെ ഞാനും നിങ്ങളും ചെയ്യാതെ പോകുന്നു. ഒട്ടനവധി അധിനിവേശ ശക്തികൾ ഇവിടെ ആക്രമണകാരികളായി വന്നിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും അകത്തും പുറത്തും നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ ധർമ്മത്തെ ഇല്ലാതെയാക്കാൻ ശ്രമം നടത്തിയിട്ട് ഇത് പലതും എന്നിൽ നിന്ന് മാറ്റിയിരിക്കുന്നു, നമ്മളിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. ഗായത്രി മന്ത്രം, ഏത് മന്ത്രവും ആരാണോ മനനം ചെയ്യുന്നത് അവനെ ത്രാണനം ചെയ്യുന്നത് മന്ത്രം. മന്ത്രങ്ങളെല്ലാം അത്രയേ ഉള്ളൂ. ആരൊക്കെ ഉറക്കെ ചൊല്ലുന്നോ ഉറക്കെ ചൊല്ലും തോറും അത് നമ്മെ രക്ഷിക്കും. ഗായത്രി മന്ത്രം ഏറ്റവും ചെറിയ മന്ത്രം എന്നത് പ്രണവാകാരമായ ആ ഊം ചേരുന്ന ഓം സ്വരമാണ്. 3 സ്വരങ്ങൾ ചേരുന്ന പ്രണവാകാരം എന്ന് പറയുന്നത് നടക്കുമ്പോ, ഇരിക്കുമ്പോ, കിടക്കുമ്പോ, നിൽക്കുമ്പോ വെറുതെ ഒരു മുരൾച്ച എന്നോണം നമ്മൾ ഉച്ചരിച്ചു വന്നാൽ സമൂഹത്തിൽ, സദസ്സിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമാജത്തിൽ, നമ്മുടെ രാഷ്ട്രത്തിൽ, ഈ അന്തരീക്ഷത്തിൽ അതിന്റെ വ്യത്യാസമുണ്ടാകും. മന്ത്രങ്ങളെല്ലാം ശ്രദ്ധിച്ചു നോക്കൂ. നമ്മുടെ മന്ത്രങ്ങളെല്ലാം അവസാനിക്കുന്നത് ശാന്തി മന്ത്രങ്ങളിലാണ്. ആ ശാന്തി ഉച്ചരിക്കുമ്പോൾ ശാന്തി മന്ത്രവും ശ്രദ്ധിച്ചാൽ അറിയാം ശാന്തി പറയുന്നത് ആർക്കൊക്കെയാണ്. പഞ്ചഭൂതങ്ങൾക്കും പൃഥ്വിനും വായുവിനും അഗ്നിക്കും ശാന്തി പറഞ്ഞിട്ട് അന്തരീക്ഷം ശാന്തി, ശാന്തിരേവ ശാന്തി പറയുന്നു. സമാധാനത്തിനും ശാന്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഏകതതി, അതാണ് ഭാരതീയർ. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് 100 ആവർത്തി നാം പറയും. ആ ലോക എന്ന് പറയുന്നതിനകത്ത് ഞാനും എൻ്റെ വീട്ടുകാരും മാത്രമല്ല ഉള്ളത്, ഞാനും എൻ്റെ രാഷ്ട്രത്തിലുള്ളവരും മാത്രമല്ല ഉള്ളത്. ഈ ലോകമെമ്പാടുമുള്ള സകല ചരാചരത്തിനും നന്മയുണ്ടാവണമേ. കാരണം അവയ്ക്ക് നന്മയുണ്ടായാലേ എനിക്ക് നന്മയുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഗോവർദ്ധനത്തെ എടുത്ത് ഉയർത്തിക്കൊണ്ട് ലോകരോടായി പറഞ്ഞത്, വൃന്ദാവന നിവാസികളോടായി പറഞ്ഞത്, മല കളയല്ലേ എന്ന്. പ്രാർത്ഥിക്കേണ്ടത് ആരെയാണ്? മലയാണ് പ്രാർത്ഥിക്കേണ്ടത്. പർവ്വതത്തിനെ പ്രാർത്ഥിക്കണം, ദേവേന്ദ്രനെ പ്രാർത്ഥിക്കണ്ട. നോക്കൂ, മലകളെല്ലാം ഇടിച്ചിടിച്ചിടിച്ച് കുന്നുകളെല്ലാം ഇല്ലാതെയാക്കിയിട്ട് ഞാനും നിങ്ങളും എത്ര വലിയ ഫാനിന്റെ മുമ്പിൽ ഇരുന്നിട്ടും വേർത്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങ് ദ്വാപരയുഗത്തിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളോട് പറഞ്ഞു, കാളിയൻ എന്ന് പറയുന്നത് എത്ര ഭീകരമായി നദിയെ വിഷലിപ്തമാക്കിയോ ആ കാളിയനെ കൊണ്ട് തന്നെ ആ നദിയുടെ വിഷം വലിച്ചു കുടിപ്പിച്ചിട്ട് മോക്ഷം കൊടുത്തു. അതാണ് ഭഗവാൻ. അപ്പൊ ഏറ്റവും ശക്തനായിട്ടുള്ള പരിസ്ഥിതി സ്നേഹിയായിട്ട് ഭഗവാനെ കഥയ്ക്കുള്ളിലെ കഥയായി നോക്കിക്കാണുമ്പോഴാണ് ശക്തി ഉണ്ടാവുന്നത്. ലോകമെമ്പാടുമുള്ള ദേവന്മാർക്ക് കൊല്ലാൻ സാധിക്കാത്ത അത്ര ആസുര ശക്തികൾ ഉണ്ടായി. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഹൈന്ദവരെ വിമർശനത്തിന് വിധേയമാക്കുന്നത് ശത്രു സംഹാര പൂജ എന്നതിന്റെ പേരിലാണ്. അയൽപ്പക്കത്തക്കാരന്റെ പേരും അവന്റെ നാളും പോയി അമ്പലത്തിൽ പറഞ്ഞ് അവന് നശിച്ചു പോട്ടെ. അതല്ല ശത്രു സംഹാരം. ശത്രു ആരാ? കൃത്യമായി ഗീതയിൽ ഭഗവാൻ അത് പറഞ്ഞു തരുന്നുണ്ട്. നിന്റെ ഉള്ളിൽ തന്നെയാണ്, നിന്റെ മനസ്സ് തന്നെയാണ്, നീ തന്നെയാണ് നിന്റെ ശത്രു, നീ തന്നെയാണ് നിന്റെ മിത്രം. നിന്റെ ശത്രുവിനെ ഇല്ലാതെയാക്കി നിന്റെ മിത്രത്തിനെ വളർത്തിയെടുത്ത് നീ എന്ന് പറയുന്ന മിത്രത്തിനെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ സായുജ്യം. അതാണ് നരനാരായണൻ.
ഹനുമാൻ എന്ന് പറയുന്ന ഗംഭീരനായിട്ടുള്ളൊരു ഭക്തൻ ഒരു കുരങ്ങാണ്, വെറും കുരങ്ങാണ്. ആ കുരങ്ങിനെ ശിവന്റെ പാതിയായിട്ട് ചേർത്തുകൊണ്ട് ബീജം പേറിയത് എന്ന സങ്കല്പം പറഞ്ഞുകൊണ്ട് തന്നെ കേസരീപുത്രനായിട്ട് സങ്കല്പിച്ചു കൂട്ടുന്ന നാം ശിവന് ഒരുപക്ഷെ ശ്രീരാമന് സാധിക്കാത്തത് ഹനുമാനിലൂടെ സാധിക്കും എന്ന് പറഞ്ഞു വെച്ച് തരികയാണ്. ഭക്തൻ എങ്ങനെയാണ് ഭഗവാനെക്കാളും വലുതാകുന്നത് എന്ന് ഹനുമാൻ എന്ന് പറയുന്ന സങ്കല്പത്തിലൂടെ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചു തന്നിരിക്കുന്നു നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലെ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും നിങ്ങൾ ഉദാഹരണമായി നാം ഒന്നെടുത്താൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ശ്രീരാമനും ശ്രീകൃഷ്ണനും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരായിട്ട് തന്നെയാണ് അവരുടെ ജീവിതം പോയത്. എത്രയും ദുസ്സഹമായിട്ടുള്ള, എത്രയും ബുദ്ധിമുട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ അവർ അല്പം പോലും ധർമ്മത്തിൽ നിന്ന് മാറാതെ ചിരിച്ചുകൊണ്ട് തന്നെ, പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ, അല്പം പോലും മാറ്റം മനസ്സിൽ വരാതെ, കൽമഷം വരാതെ, അഴുക്ക് വരാതെ, ചുറ്റും മുഴുവൻ നീരസം ഉണ്ടാക്കാതെ, ദുഃഖങ്ങൾ ഉണ്ടാക്കാതെ അവർ അവരുടെ ലോകത്തിന് നന്മ കൊടുത്തു എന്നതുകൊണ്ടാണ് സാധാരണക്കാരായിട്ടുള്ള അവരെ നാം അവതാരങ്ങൾ എന്ന് സങ്കല്പിക്കുന്നത്. ഇത് ഭാരതത്തിന്റെ ഒരു പ്രത്യേകതയാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതു എന്ന് പറയുന്നതിന്റെ അർത്ഥം അത് തന്നെയാണ്. എവിടെയൊക്കെയാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത്, ദുഃഖം സംഭവിക്കുന്നത്, അപചയം ഉണ്ടാകുന്നത്, അവിടെയെല്ലാം അതിനെ അഭ്യുത്ഥാനം ചെയ്യാൻ, അതിനെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഞാൻ അവതരിക്കുന്നു. സംഭവാമി യുഗേ യുഗേ എന്ന് പറയുന്ന അർത്ഥവും അത് തന്നെയാണ്. നോക്കൂ, നമുക്ക് നാം തന്നെ സംഭവിക്കുന്ന രീതിയിലേക്ക് മാറുമ്പോഴാണ് ഞാനും നിങ്ങളുമൊക്കെ അവതാരങ്ങളായി മാറുന്നത്. ഭഗവതിയായി മാറാൻ ഓരോരുത്തർക്കും സാധിക്കും. കുടുംബത്തിൽ നാം അങ്ങനെ കാണാറുണ്ട് ഇല്ലേ? കയ്യിൽ ഒരു വാള് മാത്രം കൊടുത്ത് രാവിലെ നിർത്തിയാൽ വീട്ടിലെല്ലാം ഇഷ്ടംമാതിരി ഭദ്രമാരെ നമുക്ക് കാണാൻ സാധിക്കും. ആ രൂപത്തിലേക്ക് മാറുന്നുണ്ട് പലപ്പോഴും അമ്മമാര്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗാന്ധാരി ശ്രീകൃഷ്ണ ഭഗവാനെ ശപിച്ച സമയം തിരിച്ചു നിന്ന് ഭഗവാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അമ്മേ, അവിടുന്ന് എവിടെ ആയിരുന്നു? 100 മക്കൾ കാലുതൊട്ട്, പ്രത്യേകിച്ചും ദുര്യോധനൻ കാലുതൊട്ട് വന്ദിച്ചപ്പോൾ എവിടെയാണോ ധർമ്മം അവിടെ വിജയം എന്ന് പറഞ്ഞു കയ്യിൽ നെറുകയിൽ തൊട്ട് അനുഗ്രഹിച്ചു അമ്മ. നീ രക്ഷപ്പെടണം, നീ വിജയിക്കണം എന്നല്ല അമ്മ അനുഗ്രഹിച്ചത്, മറിച്ച് നീ യഥോധർമ്മ തതോ ജയ എന്ന് പറഞ്ഞാണ് അനുഗ്രഹിച്ചത്. പക്ഷെ അങ്ങനെ അനുഗ്രഹിച്ച ആ അമ്മ ധർമ്മം പുലർത്താൻ, ധർമ്മത്തിന്റെ പാതയിലേക്ക് തന്റെ കുട്ടികളെ വലിച്ചു കൊണ്ടുപോകാൻ എവിടെ ആയിരുന്നു എന്ന് ഭഗവാൻ ചോദിച്ചു. സാക്ഷാൽ ഗാന്ധാരി, നീ യുദ്ധക്കൊതിയനാണ് എന്നും എന്റെ ഈ പാതിവ്രത്യത്തിന്റെ ശക്തി കൊണ്ട് നിന്നെ ഞാൻ ശപിക്കുന്നു എന്നും പറഞ്ഞപ്പോ കൈകൾ കൂപ്പി തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ കുനിഞ്ഞു നിന്ന് എനിക്ക് പോകാനുള്ള സമയമായി, സ്വർഗാരോഹണത്തിനുള്ള സമയമായി എന്ന് തിരിച്ചറിഞ്ഞ് ശരി, ഞാൻ മരിക്കാൻ തയ്യാറാണ് എന്ന മനസ്സോടുകൂടി തൊഴുകൈകളോടെ അത് സ്വീകരിക്കുന്നു. പക്ഷെ അത് സ്വീകരിച്ചിട്ട് അമ്മയോടൊരു ചോദ്യം ചോദിച്ചു. അമ്മ എവിടെ ആയിരുന്നു? ഒന്ന് നോക്കണം, ഞാനും നിങ്ങളും അടങ്ങുന്ന അമ്മമാരുടെ നേരെയാണ് ഭഗവാൻ ഒരു ചോദ്യം ചോദിക്കുന്നത്. കണ്ണുകെട്ടി, കറുത്ത തുണി കൊണ്ട് കണ്ണുകെട്ടി കുട്ടികൾ ചെയ്യുന്ന അധർമ്മത്തിന് നേരെ അരുതേ അരുതേ എന്ന് പറയാൻ ചെറുവിരൽ തർജനി ഉയർത്താൻ സാധിക്കാത്ത എല്ലാ അമ്മമാരും ഗാന്ധാരിമാരാണ്. കുട്ടികൾ നമ്മുടെ കൺമുമ്പിൽ അധപ്പതിച്ചു പോകുമ്പോൾ, ഇല്ലാതെയായി പോകുമ്പോൾ അത് സ്വയം കൃത വിനാശം തന്നെയാണ്, നാം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അവിടെ ആലോചിക്കണം, കുന്തിമാരായി മാറണം. കുന്തിദേവി എങ്ങനെയാണോ 5 മക്കളെയും ചേർത്ത് പിടിച്ചത്, ദുസ്സഹമായ ജീവിത സാഹചര്യങ്ങളിൽ മുഴുവൻ ധർമ്മത്തിൽ നിന്ന് അണുകിട മാറാതെ അവരെ കൈപിടിച്ചുകൊണ്ട് തന്നെ മുന്നേറിയത്, ആ അമ്മയ്ക്ക് പാണ്ഡവരുണ്ടായി. പാണ്ഡവർ ധർമ്മപുത്രൻ തന്നെ അധികവനായി നിൽക്കുന്ന 5 പേരായി മാറി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, അമ്മ എന്ന് പറയുന്നത് ലളിതാമ്മ എന്ന അർത്ഥത്തിലുമാണ്. ലളിത എന്ന് പറയുമ്പോൾ ഏറ്റവും ലാളിത്യമുള്ളവൾ, ഏറ്റവും സുന്ദരി, ഏറ്റവും ശക്ത എന്ന അർത്ഥത്തിനും അപ്പുറമായി ശക്തിയുടെ പ്രതിരൂപമായും നിൽക്കുന്നു. ഓരോ നിമിഷവും സരസ്വതിയായി അമ്മമാർ മാറണം. രാവിലെ എണീക്കുന്ന ഉടനെ തന്നെ കൈകൾ കൂട്ടിത്തിരുമണം. കൈ കൂട്ടിത്തിരുമുമ്പോൾ ഒരു പ്രത്യേകത, നമ്മുടെ മസ്തിഷ്കത്തിലെ എല്ലാം മസ്തിഷ്കത്തിലെ ന്യൂറോൺസ്, എല്ലാ വിധത്തിലുള്ള ന്യൂറോൺസിനെയും നാഡീ വ്യവസ്ഥയും കൈവെള്ളക്കകത്തും കാലിന്റെ പത്തിയിലും ചേർത്ത് വെച്ചിട്ടുണ്ട്, അതിന്റെ അഗ്രം. അപ്പൊ അതിങ്ങനെ ഒന്ന് ഉരച്ചാൽ അല്ലെങ്കിൽ ചേർത്ത് തിരുമിയാൽ, അതുകൊണ്ടാണ് കൈകൊട്ടണം എന്നൊക്കെ പറയുന്നത്. കൈകൊട്ടുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് വല്ലാത്ത തരം ഒരു ശക്തിയാണ്. അപ്പൊ കൈ കൂട്ടി തിരുമിയിട്ട് ആ കൈ ഒന്ന് നിവർത്തി വെച്ചിട്ട് ആ കൈയും മേൽ കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി എന്ന് സങ്കല്പിക്കാൻ സാധിക്കണം. എന്റെ കയ്യിലാണ്
കയ്യിലാണ് സരസ്വതി, എന്റെ കയ്യിലാണ് ഗോവിന്ദൻ എന്ന സങ്കല്പത്തിൽ വളർന്നു വരുന്ന അമ്മമാർ, വളർന്നു വരുന്ന അച്ഛന്മാർ, അമ്മ എന്ന് ഞാൻ പറയുമ്പോൾ അച്ഛനും കൂടെ ചേർത്താണ്. കാരണം അർദ്ധനാരീശ്വരനാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. ആണും പെണ്ണും ഭാരതത്തിൽ രണ്ടല്ല, അദ്വൈതം തന്നെയാണ്. ആണും പെണ്ണും ചേരുന്നതാണ് കുടുംബം. അതിനകത്ത് എത്ര ആണത്തം, എത്ര ആണിനുണ്ട്, എത്ര പെണ്ണത്തം, എത്ര പെണ്ണിനുണ്ട് എന്ന അനുവാദങ്ങളൊന്നുമില്ല. ചർച്ചയോടുകൂടി തന്നെ ചേർത്ത് തന്നെ പിടിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഗംഭീരമായിട്ടുള്ള കുടുംബം, ഇമ്പം ഉണ്ടാകുന്ന, കൂടുന്ന ഇമ്പം എന്ന അർത്ഥത്തിൽ കുടുംബമായി മാറുന്നത്. ചെറിയ കുടുംബം അണുകുടുംബമാണെങ്കിൽ അത് വലുതായി സമാജമാകുമ്പോൾ അതൊരു വലിയ കുടുംബവും, അതൊരു രാഷ്ട്രമാകുമ്പോൾ അതിലും വലിയ കുടുംബവും, അത് സമസ്ത പ്രപഞ്ചമാകുമ്പോൾ അത് ഈ പ്രപഞ്ച കുടുംബവുമായി മാറുന്നു. പറഞ്ഞപ്പോ നമ്മളും സ്വയം പ്രാകൃതരാണെന്ന് വിചാരിച്ചു. നിങ്ങൾ എന്നെ ശക്തിപ്പെടുത്തും എന്നത് ഞാൻ തിരിച്ചറിയാതെ പോയി. അറിവാണ് അഗ്നി എന്നത് ഞാൻ മറന്നുപോയി. ഭഗവാൻ തന്നെ, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് ജ്ഞാനയോഗം എന്നത്. യോഗം എന്ന് പറയുന്നത് ജ്ഞാനത്തിലൂടെ എങ്ങനെ സാധിക്കുമെന്നും കർമ്മത്തിലൂടെ എങ്ങനെ സാധിക്കുമെന്നും ഭക്തിയിലൂടെ എങ്ങനെ സാധിക്കുമെന്നും പറഞ്ഞു വെച്ചിരിക്കുന്നു. ഭഗവാൻ ഭക്തരായി മാറാൻ, അല്ലെങ്കിൽ ഭക്തൻ ഭഗവാന്റെ അടുക്കലേക്ക് എത്താൻ, ഇത് രണ്ടും ചേരാൻ നിങ്ങൾക്ക് 3 മാർഗങ്ങൾ ഇട്ടു തരികയും ചെയ്തു. ഇത് കഥാരൂപേണ ഭഗവതിക്ക് ത്രിപുര സുന്ദരിക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ നാമസങ്കീർത്തനം കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. സുംഭനിസുംഭന്മാരെ എങ്ങനെയാണ് കൊന്നത്, ഇല്ലായ്മ ചെയ്തത്, മഹിഷാസുരമർദ്ദിനിയായിട്ട് എങ്ങനെയാണ് ഭഗവതി മാറിയത്, ഇതെല്ലാം നാമത്തിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ആരാണ് ഈ മഹിഷൻ, ആരാണ് ഈ സുംഭൻ, ആരാണ് നിസുംഭൻ ഒക്കെ തിരിച്ചറിയാൻ എളുപ്പമുണ്ട്. നമ്മുടെ ഉള്ളിലെ നീചവാസനകളൊക്കെ തന്നെയാണ് ഈ കള്ളന്മാർ, ഈ കൊള്ളരുതാത്തവർ. ഇവരെ ഇല്ലാതെയാക്കണമെങ്കിൽ, അവിടെ ഈ ആസുര ശക്തികളെ ഇല്ലാതാക്കണമെങ്കിൽ സമസ്ത ദേവന്മാരുടെയും സമസ്ത ത്രിമൂർത്തികളുടെയും ശക്തി സംഭരിച്ചിട്ട് ഭഗവതി അവിടെ ഉണ്ടാകണം, ജന്മമെടുക്കണം. ഭഗവതി ജന്മമെടുക്കണം. ഭഗവതിയുടെ ജന്മത്തിൽ ലളിത രൂപം കൊള്ളുമ്പോ തീർച്ചയായും എല്ലാവിധത്തിലുള്ള നീചവാസനകളും ഇല്ലായ്മ ചെയ്തു പോകും. നീചവാസനകളെ ഇല്ലാതെയാക്കാനും അവിടെയെല്ലാം നന്മയുണ്ടാക്കാനും, ഈ നന്മയുണ്ടായാൽ എൻ്റെ കുടുംബത്തിൽ മാത്രം അത് പോരാ, മറിച്ച് എൻ്റെ സമാജത്തിനും എൻ്റെ രാഷ്ട്രത്തിനും അത് ഉണ്ടാകണമെന്നും, അവിടെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഈ നന്മയുണ്ടാകുമെന്നും വിശ്വസിച്ച ഭാരതീയ സംസ്കൃതിക്ക് നടത്തപ്പെടുന്ന ഇത്തരം യജ്ഞങ്ങളെല്ലാം, ഈ യജ്ഞങ്ങളിലെല്ലാം പങ്കെടുക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ഈ അന്തരീക്ഷത്തിൽ നമുക്ക് സ്വാംശീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ശക്തി ഉണ്ടാവുന്നതായി. ഇത് തുറന്നു വെച്ചിരിക്കണം പാത്രം. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അടഞ്ഞ പാത്രങ്ങളിൽ ഇതൊന്നും വീഴില്ല. പാത്രം ഇങ്ങനെ തുറന്നു തന്നെ വെച്ചിരിക്കുമ്പോൾ അതിന്മേൽ അറിവ് എന്ന് പറയുന്നത്, അതിന്മേൽ ശക്തി എന്ന് പറയുന്നത്, അതിന്മേൽ ഊർജവും അനുഗ്രഹവും ഇഷ്ടം പോലെ ഉണ്ടാവും. ഇഷ്ടം പോലെ അനുഗ്രഹം ഉണ്ടായി കഴിയുമ്പോൾ എനിക്ക് ചുറ്റും സ്വാഭാവികമായും സംഭവിക്കുന്നത് ഒരു കവചമാണ്. ഈ കവചം ഭേദിച്ചുള്ളിലേക്ക് വരാനൊന്നും പറ്റില്ല. ദേവീ കവചമെന്നും നാരായണ കവചമെന്നും ഞാനും നിങ്ങളും ആചരിച്ചു കൂട്ടുന്നതും ഇതൊക്കെ തന്നെയാണ്. അപ്പൊ കവചം നമുക്ക് ചുറ്റും അഭേദ്യമായിട്ടുള്ള ഒന്നുണ്ടാകണമെന്നുണ്ടെങ്കിൽ അപാരമായ ഭക്തി ഉണ്ടാകണം. ഭക്തി സാധിക്കുന്ന അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ തീർച്ചയായും ഭഗവതിയുടെ കാരുണ്യവും ഈ അന്തരീക്ഷത്തിൽ ഹവിസായി നേദിക്കുന്നതെല്ലാം അല്ലെങ്കിൽ സമർപ്പിക്കുന്നതെല്ലാം എന്റെയും നിങ്ങളുടെയും മനസ്സിൽ അനുഗ്രഹമായും വന്നുകൊള്ളട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, ഒരുപാട് ദൂരത്ത് നിന്നാണ് ഞാൻ വരുന്നത്. ഇന്നലെ ഞാനൊന്ന് പ്രാർത്ഥിച്ചായിരുന്നു, വൈകിട്ടാവരുത് എൻ്റെ ആധ്യാത്മിക പ്രഭാഷണം പറഞ്ഞിരുന്നത് 3 മുതൽ 4 മണി വരെ എന്നാണ് നിങ്ങളുടെ നോട്ടീസിൽ. പക്ഷേ നാളെ എത്തേണ്ടതുണ്ട്, വളരെ അത്യാവശ്യമാണ്. നാളെ എനിക്ക് കോട്ടയത്ത് എത്തേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഞാൻ ഇന്നലെ മുഴുവൻ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വെക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമേ എന്ന്. ഇന്നലെ രാത്രി എനിക്ക് ഭഗവതിയുടെ അനുഗ്രഹം എന്നോണമാണ് ഒരു ഫോൺ കോൾ വരുന്നത്. ഇതിന്റെ സംഘാടക സമിതി ഒന്ന് വിളിച്ചു പറയുന്നത് ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം എന്ന്. അപ്പൊ നിറഞ്ഞ മനസ്സോടുകൂടി, തെളിഞ്ഞ ഹൃദയത്തോടുകൂടി ഉറക്കെ നാം അഭ്യർത്ഥിക്കുന്നതെല്ലാം അനുഗ്രഹമായി തന്നെ വരും എന്ന് ഇവിടെ വന്ന് എത്തിച്ചേരുന്നതിന്റെ ഉദാഹരണ രൂപത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട്, ഇവിടെ നിങ്ങളുടെ ഒപ്പം കുറച്ചു സമയം പങ്കുവയ്ക്കാൻ സാധിച്ചതിലുള്ള എന്റെ പ്രാർത്ഥന രേഖപ്പെടുത്തുകയും, ഈ അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടുന്ന ഊർജം മുഴുവൻ സംഭരിച്ച് ഇനിയും ഒരുപാട് വേദികളെ ധന്യമാക്കാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ലളിതായുടെ എല്ലാവിധമായിട്ടുള്ള കാരുണ്യവും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചും ഭാരതീയന്റെ ധർമ്മത്തെക്കുറിച്ചും ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും നമ്മുടെ പൂർവ്വസൂരികൾ പകർന്നു തന്ന പാരമ്പര്യത്തെക്കുറിച്ചുമൊക്കെ നമ്മെ വീണ്ടും ഓർമ്മിപ്പിച്ച ശ്രീമതി ഇന്ദുലേഖ നായർക്ക്
ശ്രീ ലളിത മഹായാഗ സംഘാടക സമിതിയുടെ നന്ദി അറിയിക്കുകയാണ്. തന്ത്രിമുഖ്യനും സംഘാടക സമിതി ചെയർമാനുമായ ബ്രഹ്മശ്രീ കക്കാട്ട് എഴുത്തൂരിൽ മഠം സതീശൻ ഭട്ടതിരി ഉപഹാരം സമ്മാനിക്കുകയാണ്. നന്ദി.